إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, ജഗന്നിയന്താവായ സർവലോകത്തിന്റെയും പരിപാലകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാന്റെ സന്ദേശമായ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്നും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി അതിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന വിഷയത്തിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ സ്ഖലിതങ്ങളും അബദ്ധങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം നാഥന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഉത്തരവാദിത്വം നൽകിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് വിശ്വാസികളല്ലാത്ത ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം. മറ്റൊന്ന്, വിശ്വാസികളായവരെ തന്നെ ഇസ്ലാഹ് ചെയ്യുക എന്നതാണ്. അവരെ തെറ്റുതിരുത്തി കൂടെ നടത്തുക എന്നതാണ്. ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള നിർദ്ദേശം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത് മുതൽ നാം ഓരോരുത്തരും മാർഗദർശകരും അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ദാഇകളുമാണ്, പ്രബോധകരുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കം കുറിച്ചതിന്റെ ചരിത്ര വഴികൾ നമുക്കറിയാം. 3 വർഷത്തോളം രഹസ്യ പ്രബോധനമായിരുന്നു.
അതിനുശേഷമാണ് അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീട് ഒരു ഇസ്ലാമിക് സെന്റർ ആയിട്ട് കണക്കാക്കി, ഇന്നത്തെ ഇസ്ലാമിക കേന്ദ്രം ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു തുടങ്ങുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ലോകമെമ്പാടും ഈ ദീൻ, ആ ദീനിന്റെ ആളുകൾ അതിന്റെ സന്ദേശവുമായിട്ട് പുറപ്പെട്ടു പോവുകയുണ്ടായി. പടച്ചതമ്പുരാൻ ഈ ഭൂമിയെ അവന്റെ കയ്യിലേക്ക് തിരിച്ചെടുക്കുന്ന കാലത്തോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും. നരിസുൽ ആറുള്ള ഭൂമിയെ നാം അനന്തരം എടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞു. ഇപ്പൊ അള്ളാഹു നമുക്കത് വിട്ടു തന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് വീടുണ്ടാക്കാനും പള്ളി ഉണ്ടാക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും റോഡും പാലം ഉണ്ടാക്കാനും നമ്മുടെ കയ്യിലാണ്. അള്ളാഹുവിന്റെ ഖലീഫമാരെന്നുള്ള നിലക്ക് ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്. ഇനി അതല്ല തിരിച്ചെടുക്കും. തിരിച്ചെടുക്കുന്ന കാലം വരെ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പടച്ചതമ്പുരാന്റെ ദീനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത്. ആ വിഷയത്തിൽ നമുക്കുള്ള മാതൃകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഓരോരുത്തരും മാർഗദർശകരാണ്. മെന്റർ എന്ന് ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിൽ പറയാറുണ്ട്. മെന്റർ എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ മുർഷിദ് എന്ന് പറയും, മലയാളത്തിൽ അതിന് മാർഗദർശി എന്ന് പറയാം. ഓരോരുത്തരും മാർഗദർശികളാണ്. ചില ആളുകളെ നമ്മൾ അതിനുവേണ്ടി കണ്ട് അവര് തന്നെയാണ് മുർഷിദുകൾ എന്ന് തീരുമാനിക്കാനൊന്നും കഴിയില്ല. എല്ലാവരും മാർഗദർശികളാണ്. അങ്ങനെയാണ് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. നമ്മളെല്ലാരും മാർഗദർശികളല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖലീഫമാരല്ലാത്ത ആൾക്കാർ ഈ ഭൂമിയിലുണ്ടെന്ന് പറയേണ്ടി വരും. ഖലീഫത്തുല്ലാഹ് ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അങ്ങനെ മാർഗദർശകരായ ഓരോ വ്യക്തികൾക്കും മാതൃകയായിട്ട് അള്ളാഹു നിയോഗിച്ചതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് പ്രബോധനാനുമതി കിട്ടിയ പ്രവാചകനാണ്. അങ്ങനെയാ അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത്. റസൂൽ എങ്ങനെയാ മാതൃകയാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് പ്രബോധനം നടത്തുന്നവൻ. ബിഇദ്നിഹി, അവന്റെ അനുമതിയോടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടി ഹിറയിൽ നിന്നും പ്രവാചകനായി പുറത്തു വന്നത് മുതൽ അള്ളാഹുവിന്റെ റസൂലിന് ഇസ്ലാമിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രവാചകന്റെ കയ്യിലേക്ക് ഒരു നിധി കിട്ടി, ഒരു സത്യം കിട്ടി. മക്കക്കാര് ലോകം മുഴുവൻ ഇരുട്ടിൽ തപ്പുന്ന കാലഘട്ടത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ദീപം നബിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹിന്റെ അനുവാദം വേറെ വേണമായിരുന്നു. കിട്ടിയ സാധനം പറഞ്ഞു കൊടുക്കാൻ അതാ പറഞ്ഞ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. വസിറാജൻ മുനീറ, തിളങ്ങുന്നൊരു വിളക്കായിട്ട്. അപ്പൊ പ്രബോധനത്തിനൊരു അനുമതി വേണമെന്നർത്ഥം. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് അള്ളാഹുവിന്റെ അനുവാദം വേണമെന്നർത്ഥം. ഇതാണ് മനുഷ്യനൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കേണ്ടവനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥവും. നല്ലതെന്ന് നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യാൻ പറ്റില്ല. നല്ലതാണെന്നത് അള്ളാഹു നമ്മളോട് പറയണുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ അർപ്പിതമായ സംഗതി. ആ കാര്യം ആളുകളെ ബോധവൽക്കരിക്കുക എന്നതുമാണ്. അവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി റസൂലിനെ അയക്കുമ്പോഴത്തേക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിയായ ആത്മീയമായ നിലക്കുള്ള, അല്ലെങ്കിൽ റൂഹുൽ ഖുദ്സ് എന്ന് പറയപ്പെടാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ശക്തിപ്പെടുത്തി. അള്ളാഹു മറ്റൊരു പ്രവാചകനെ കുറിച്ച് അങ്ങനെ റൂഹുൽ ഖുദ്സ്,
ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹുൽ ഖുദ്സിനെ കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തിയെന്ന് എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇങ്ങനെ ദിവ്യ സന്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നല്ലോ. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അകപ്പെട്ട് നിൽക്കുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും നബിയുടെ അടുക്കലേക്ക് അതിന്റെ സൊല്യൂഷനുമായിട്ട്. എങ്ങനെ ഒരു സർട്ടിഫൈഡ് ഗൈഡ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ച ഒരു അംഗീകൃത പ്രബോധകൻ, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂൽ സിറാജം മുനീർ ആയിരുന്നു എന്നാണ്. സിറാജം മുനീർ, സ്വയം പ്രകാശിക്കുന്ന വിളക്കെന്നു പറയാം. എന്താണ് ഈ സ്വയം പ്രകാശിക്കുന്ന വിളക്ക്? തന്നാൽ നയിക്കപ്പെടേണ്ടവർക്ക് പ്രചോദനം നൽകുന്നവൻ, അവർക്ക് ആത്മീയമായ ശക്തി നൽകുന്നവൻ, തന്നെ പിൻപറ്റുന്ന അനുയായികൾക്ക് അവർ നിലകൊള്ളുന്ന സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനായി ഇവരെ പ്രേരിപ്പിക്കുന്നവൻ. അങ്ങനെയൊക്കെ പറയാം ഈ സിറാജം മുനീർ എന്ന സംഘത്തിന്. വെളിച്ചം കാട്ടിങ്ങനെ നടക്കുക റസൂലിങ്ങനെ മുമ്പിൽ. ആ വെളിച്ചത്തിന്റെ പിന്നാലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ വിശ്വസ്ത അനുയായികളായ സ്വഹാബികൾ നടക്കുക. അപ്പൊ ആ ഒരു ആത്മീയമായ ഒരു ശക്തി അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അള്ളാഹു അങ്ങനെ റസൂലിന് കൽപ്പിച്ചങ്ങനെ അനുവാദം നൽകിയത് കൊണ്ടാണ്, ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ദിവ്യ സന്ദേശങ്ങളെ അനുസരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ടാണ് കരിമ്പാറയേക്കാളും കഠിനമായ മനുഷ്യഹൃദയങ്ങളെ നേർത്ത പട്ടിനേക്കാൾ മൃദുലമാക്കി മാറ്റാൻ റസൂലിന് കഴിഞ്ഞത്. മക്കയിലുണ്ടായിരുന്ന കുഫാറുകളുടെ മനസ്സിന്റെ കട്ടി ചെറുതൊന്നും ആയിരുന്നില്ല. ഒരു മരുഭൂമിയിൽ വസിച്ചിരുന്ന ആളുകളുടെ മനസ്സും ഏറെക്കുറെ മരുഭൂ സമാനായിരുന്നു. അങ്ങനെയാണ് ഓരോ നാട്ടിലും ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ ആ നാടിന്റെ ഭൂപ്രകൃതി സ്വാധീനം ചെലുത്തും. ആ കാലഘട്ടത്തെ തന്നെ ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് ഇരുണ്ട യുഗം എന്നാണല്ലോ. ഒരു നന്മയും എവിടെ കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരു പ്രത്യേക വർഗം. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളുടെ മുമ്പിലേക്ക് ചെന്ന് എല്ലാ സമയത്തും തികഞ്ഞ തന്ത്രജ്ഞതയോടെ മനോഹരമായ സതുപദേശങ്ങളിലൂടെ മക്കയിലെ ആളുകളെ അള്ളാഹുവിലേക്ക് വിളിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനാണ് മാർഗദർശകർക്ക് ഏറ്റവും വലിയ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉസ്വത്തുൻ ഹസന, മഹിതമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോ ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്നുള്ള നിലയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ആളുകൾക്ക് സതുപദേശം കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായിരിക്കണം എന്നുള്ളതാണ്. അത് അല്ലാഹു ഖുർആനിൽ വേറൊരു ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നമ്മൾ എങ്ങനെയാ മാർഗദർശനം ചെയ്യുക ആളുകൾക്ക്? നമ്മളാൽ സ്വാധീനിക്കപ്പെടേണ്ടുന്നവർക്ക്, നമ്മളാൽ വഴികണ്ടെത്തേണ്ടവർക്ക്. നമ്മളെ കണ്ട് വളരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും നമ്മളെയൊക്കെ ആര് ഫോളോ ചെയ്യാനാണ്. അങ്ങനെയാ പലരും വിചാരം, നമ്മളെയൊക്കെ ആര് ഫോളോ ചെയ്യാനാണല്ലേ. വളരെ സാധുവായൊരു മുസ്ലിമിന്റെ ചിന്ത അങ്ങനെയായിരിക്കും. സാധുവായ മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കാര്യമായ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത, അത്യാവശ്യം പള്ളി വന്ന് നിസ്കരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സാധു മുസ്ലിം, നിങ്ങൾക്കറിയാമല്ലോ, ഒരു നാടക്കാക്ക. അയാളുടെ വിചാരം എന്തായിരിക്കും? എന്നെയൊക്കെ ആര് പിൻപറ്റാനാണ്, എന്നെ ആര് മനസ്സിലാക്കാനാണ്, ഞാൻ ആരോട് ഇസ്ലാമിനെ പറയാനാണ്, അതിനുള്ള കഴിവും പക്വതയും പാണ്ഡിത്യവും ഒന്നും എനിക്കില്ലല്ലോ. അല്ല, ഓരോരുത്തരും മാർഗദർശികൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ പഴയ ജീവിതത്തിലേക്ക് നമ്മളെ സ്വാധീനിച്ച കുറെ ആളുകളെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അത് നമ്മളുടെ ബാപ്പമാര് മാത്രമൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. ബാപ്പമാരും സ്വാധീനം ചെലുത്തില്ല എന്നൊക്കെ. നാട്ടിൽ ജീവിച്ചിരുന്ന വേറെ ചില ആളുകൾ ഏതൊക്കെയോ അർത്ഥത്തിൽ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതം, അവരുടെ സൂക്ഷ്മത, അവരുടെ ഇടപെടലുകൾ, അവരുടെ ധൈര്യം, സ്ഥൈര്യം, അവരുടെ സാന്നിധ്യം. ആ അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചില ആളുകളെ നമ്മളുടെ മാതൃകകളായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതേ നമ്മളെ വേറെ ചില ആളുകൾ മാതൃകയാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം. അങ്ങനെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാതൃകയാവുക?
അപ്പൊ ഓരോ വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, നമ്മൾ ഓരോരുത്തരും മാർഗദർശികളാണെന്ന സംഗതിയാണ്. അത് മറക്കരുത്. അത് തന്നെയാണ് ഊന്നി പറയുന്നത്. അപ്പൊ മാർഗദർശികളാണ് നമ്മളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആളുകൾക്ക് മാർഗം കാട്ടുക? നമ്മൾ എങ്ങനെ മെന്ററാവുക? നമ്മൾ എങ്ങനെ ഗൈഡാവുക? അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിക്കുന്ന ആ സന്ദേശം അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അങ്ങ് ആളുകളെ വിളിക്കേണ്ടത് ബിൽ ഹിക്മതി, ഹിക്മത്തോടു കൂടിയായിരിക്കണം. വൽ മൗഇദത്തിൽ ഹസന, സദുപദേശത്തോടു കൂടിയായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകമാ പ്രവാചകനെ മഹാനായ പ്രവാചകൻ എന്ന് പറയുക, മഹാനായ റസൂൽ, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയാറ്. സൃഷ്ടികളിൽ അഫ്ളലുർ റസൂൽ, പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതൻ, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും മഹോന്നതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് പ്രവാചകത്വ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടത് മുതൽ ആളുകളുടെ മുമ്പിൽ ഏറ്റവും വലിയ വഴികാട്ടിയായി നിലനിന്നയാളാണ്. മക്കയിലുണ്ടായിരുന്ന, മദീനയിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിരുന്ന ഓരോ ആളുകളെയും അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഹിക്മത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മാർഗദർശനം ചെയ്തു. ഓരോരുത്തരെയും സമീപിക്കേണ്ട രീതിയിൽ സമീപിച്ചു എന്നുള്ളതാണ്. സഹാബികൾ അവരുടെ കഥ ഇങ്ങനെ പറയുന്നുണ്ട് പലപ്പോഴും. ഓരോരുത്തരുടെ അടുക്കലേക്ക് റസൂൽ എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ചരിത്രം അത് വായിച്ച സഹാബികളുടെയൊക്കെ ചരിത്രം എഴുതപ്പെട്ട വലിയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമുക്ക് കിട്ടും, ചെറുത് മുതൽ വലുത് വരെ. അതിലിങ്ങനെ കാണാം, അബൂജഹലിനെ തേടി പോലും റസൂൽ പോയിരുന്നു എന്നാണ് പലതവണ. അബൂജഹലിനെ പോലും എഴുതി തള്ളപ്പെടേണ്ട ആളാണ് യഥാർത്ഥത്തിൽ. ആ അബൂജഹലിന്റെ വീട്ടിലേക്ക് ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മഴയത്ത് ആരും പുറത്തിറങ്ങാൻ തയ്യാറാകാത്ത അത്ര കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് പോലും അബൂജഹലിന്റെ കുന്നിൻ മുകളില് വീട് ലക്ഷ്യമാക്കി നടന്നു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രബോധനത്തിന് പോവാണ്. ആ സമയത്തെങ്ങും ഇയാള് ഈ എത്ര കരിമ്പാറ പോലത്തെ ഹൃദയമായിരുന്നു പറഞ്ഞാലും അറബികൾക്കുണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. നബി ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് അബൂജഹലിന്റെ ഭാര്യയോട് പറയുന്ന സംഗതി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെന്ന് വാതിലിൽ മുട്ടുമ്പോ, ഈ ആരും പുറത്തിറങ്ങാത്ത ഈ സമയത്ത് ആരാണ് എന്റെ വീടിന്റെ വാതിലിന് മുട്ടുക, അയാളുടെ ആവശ്യം എന്തായാലും ഞാൻ സാധിച്ചു കൊടുക്കും ഇതും പറഞ്ഞിട്ട് അയാൾ വാതിൽ തുറക്കുമ്പോ നബിയാണ്, എന്താണ് മുഹമ്മദേ, നീ അള്ളാഹുവിൽ വിശ്വസിക്കണം, അതല്ലാത്ത വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? വേറൊന്നുമില്ല, എന്നാ പോയിക്കോളൂ. ആ മനുഷ്യന്റെ മനസ്സ് റസൂൽ വായിച്ചു. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരെയും സഹായിക്കാൻ തയ്യാറാകും, അങ്ങനെയെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു സന്ദർഭമാക്കാലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുകയാണ്. 30 തവണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഇസ്ലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്നാണ്. 30 തവണ. നമ്മൾ 1 പറഞ്ഞ്, 2 പറഞ്ഞ്, 3 പറഞ്ഞ്, ഇനി എനിക്ക് അയാളോട് പറയാൻ വയ്യ എന്നല്ലേ പറയാം. ആ 30-1 റസൂല് ചുരുക്കിയിരുന്നെങ്കിൽ നമുക്കൊരു ഉമറിനെ കിട്ടില്ലായിരുന്നു. അൽ ഖത്താബ്, നീതിയുടെ പ്രതീകമായി ലോകം വാഴ്ത്തിയ ആ മഹാമനുഷ്യനെ ലോകത്തിന് കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ഹിക്മത്താണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞ അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന, അവന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആത്മീയമായ ഒരു ശക്തിയാണത്. അങ്ങനെ കാണുമ്പോ തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഒരാളുടെ ആ ഇടപെടൽ കാണുമ്പോൾ തന്നെ അയാൾ ഇങ്ങനെ വശീകരിക്കപ്പെട്ടു പോകണം. അതാണ് ആ ഹിക്മത്ത്. അതെന്താണെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നല്ല, അത് ഓരോരുത്തരോടും ഓരോ രീതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് നടത്തിയതൊന്നാണെങ്കിൽ, ഉമറിനോട് മറ്റൊന്നാണെങ്കിൽ, അബൂജഹലിനോട് വേറൊരു തരാണ്. യാത്ര ചെയ്തു പോകുന്ന സമയത്തുണ്ടൊരിക്കൽ ഒരു കാട്ടറബി നബീന്റെ മുമ്പിൽ ഇങ്ങനെ നടന്നു വരുന്നത്. അയാൾ അപരിഷ്കൃതനാണ്, ഗ്രാമീണനാണ്, വിദ്യാഭ്യാസമൊന്നുമില്ല, സംസ്കാരമൊന്നുമില്ല. അയാൾക്ക് ആർക്കൂടി അറിയാവുന്ന ചില സംഗതികളുണ്ട്. അതും വെച്ചിട്ടാണ് ഇയാൾ റസൂലിനെ സമീപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറഞ്ഞു എന്നാണ്, വിശ്വസിക്കണം. ഇയാളുടെ ഉടനെയുള്ള ചോദ്യം എന്താണ്? എന്ത് തെളിവാ കയ്യിലുള്ളതെന്നാണ്. എന്ത് തെളിവാ കയ്യിൽ? അപ്പൊ ദിവ്യന്മാരെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച് ഈ മനുഷ്യൻ കേട്ടിട്ടുള്ളത്
അത്ഭുത പ്രവൃത്തികൾ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റസൂൽ ഉടനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ദൂരെ ഉണ്ടായിരുന്നൊരു മരത്തെ ചൂണ്ടിയിട്ട് വിളിച്ചു എന്നാണ് ഇങ്ങോട്ട് വരാൻ. ആ മരം ഇങ്ങനെ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നുണ്ട്, മണ്ണിങ്ങനെ കീറി മുറിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ കപ്പൽ വരുന്നത് പോലെ ഈ മരം ഇങ്ങനെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു എന്നാണ്. തിരിച്ചു പോയിക്കോളൂ, ഇയാളത് കണ്ടപാട് ഇസ്ലാമിലേക്ക് വന്നു. അയാൾക്കത് മതി. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്കുള്ളതാണല്ലോ, മുഅ്ജിസത്ത് പ്രവാചകന്മാർക്കുള്ളതാണ്. അങ്ങനെ ഓരോ മനുഷ്യനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിക്മത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു സംഗതി കൂടെ കൂട്ടത്തിലുണ്ട്. നാവുകൊണ്ട് മാത്രം ആശയവിനിമയം നടത്തുന്ന ആളായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മെന്ററിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്, മാർഗദർശിയെ സംബന്ധിച്ച്. നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ചുമ്മാക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ, മിമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇറങ്ങി വിടാൻ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളോട് ഉണ്ടാവും. അപ്പൊ എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നബി അങ്ങനെ ആയിരുന്നില്ല. നബി അങ്ങനെ ആയിരുന്നില്ല. റസൂലിന്റെ ഖുതുബ തന്നെ നിസ്കാരത്തെക്കാൾ ചെറുതായിരുന്നു. നിസ്കാരം ദീർഘവും ഖുതുബ ചെറുതുമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് മാർഗദർശിയാവേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ആയത്ത് പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനുഷ്യൻ ഉമ്മിയ്യകളിലേക്ക്, നിരക്ഷരരായ ആളുകളിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. എഴുത്തും വായന അറിയില്ലാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത, ലോകം എന്തെന്ന് മനസ്സിലാവാത്ത ആളുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് സംസ്കരിച്ചെടുക്കുക? അവരെങ്ങനെയാണ് അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക? നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ട് അധ്യാപകരോട് പഠിപ്പിക്കാൻ ഏറ്റവും പ്രയാസം ഏത് തലത്തിലുള്ള കുട്ടികളെയാണ്? കോളേജിൽ ക്ലാസ് എടുക്കാനാണോ, LP സ്കൂളിൽ ക്ലാസ് എടുക്കാനാണോ? കോളേജ് ക്ലാസ് എടുക്കാൻ വളരെ എളുപ്പമാണ്, ലെക്ചറിംഗ് ആണ്, പറഞ്ഞു വിട്ടാൽ മതി. പഠിക്കാൻ തൽപരരായ ഒരു സംഘം ആൾക്കാരാണ് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അവരോട് എങ്ങനെയൊക്കെ ഉറക്കം തൂക്കി ക്ലാസ് എടുത്താലും അവർ കേട്ടോളും. LPയിലോ ഒരു തരത്തിലും പഠിക്കാൻ സമ്മതിക്കാത്ത, പഠനത്തിന്റെ ആവശ്യകത അറിയില്ലാത്ത കുസൃതി കുരുന്നുകളെയാണ്. നല്ല അധ്വാനം വേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ സംസ്കാരം എന്തെന്നറിയില്ലാത്ത, ലോകമെഴുതി തള്ളിയ ഒരു കൂട്ടരിലേക്ക്, ഉമ്മീയകളിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു പ്രവാചകൻ, ഒരു നബി. ആ നബി അവരുടെ മുമ്പിൽ അവരെ സംസ്കരിക്കുന്നത്, അവർക്ക് മാർഗദർശകനാകുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത്. യത്ലു അലൈഹിം ആയാതി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കും. സാഹിത്യത്തിൽ വല്ലാത്ത തൽപരരായിരുന്ന അറബികൾക്ക് ആ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ അവരങ്ങനെ അതിൽ വീണു പോകുന്ന വലിയതടക്കം മക്കയിലെ പ്രമുഖരായ ഖുറൈശി പ്രമാണിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേപോലെ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഒക്കെ വീടിന്റെ പരിസരത്ത് വന്ന് ഖുർആൻ കേൾക്കുന്ന കഥ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. രാത്രി സമയത്ത് നബി ഇങ്ങനെ ഓതുന്നത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കും. നബി നിസ്കാരത്തിൽ ഓതലൊക്കെ കഴിഞ്ഞിട്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ആളുകളെ നോക്കുക, നീയും വന്നു ഇത് കേൾക്കാം, നീയും വന്നു, അല്ല ഇവിടെ ആരൊക്കെ വരുന്നു എന്നറിയാൻ വേണ്ടി, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പരസ്പരമുള്ള ന്യായീകരണമാണ് നമുക്കാരുടെ. അപ്പൊ ആ ഖുർആനിൽ തന്നെ അവർ വീട് പോകുന്നതാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, അത് ഓതലാണല്ലോ നാവ് കൊണ്ടുള്ള. വയുസക്കീഹിം, ആ പ്രവാചകരെ സംസ്കരിക്കും, തസ്കിയത്ത് കൊടുക്കും, അവിടെ മനസ്സ് ശുദ്ധീകരിക്കും. മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു വേളയുണ്ട്. നബീന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അയാൾ വിശ്വാസം ഉൾക്കൊണ്ടവനാണ്, അയാൾ ഖുർആൻ കേട്ടിട്ടുണ്ട്, മുസ്ലിമാണ്. അയാൾക്ക് ഒറ്റ കാര്യമേ വേണ്ടതുള്ളൂ, റസൂലേ വ്യഭിചരിക്കാൻ അനുവദിക്കണം, വേറൊന്നും വേണ്ട, അള്ളാഹുവിനെ ആരാധിച്ചോളാം, നിസ്കരിച്ചോളാം, നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇതൊക്കെ എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് പറ്റാത്തൊരു സംഗതിയുണ്ട്, വ്യഭിചാരം ആ ഒരു പരിപാടിക്ക് അനുവദിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ്. റസൂലിന്റെ ഹിക്മത്താണ്, റസൂൽ പഠിപ്പിക്കുകയാണ് ആ മനുഷ്യനെ. വെറും വാചകങ്ങളിലൂടെ വാത് പറഞ്ഞിട്ടല്ല, ആ മനുഷ്യന്റെ കുറച്ച് ചോദ്യങ്ങള്. സഹോദര, നിന്റെ ഉമ്മയാണ് ഒരാൾ വിചരിക്കുന്നതെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ അവന്റെ തലയെറുത്ത് കളയും. ശരി. നിന്റെ ഭാര്യയാണെങ്കിലോ? അയാൾ അപ്പോഴും ക്ഷോഭിക്കുകയാണ്, എന്റെ ഭാര്യ ഒരാൾ തൊടിയോ? ഞാൻ സമ്മതിക്കില്ല. നിന്റെ സഹോദരിയാണെങ്കിൽ? നബി ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുകയാണ്. ഈ മനുഷ്യന്റെ ശോഭ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മകളെയാണെങ്കിൽ അവനെ ഭൂമിയിൽ വെച്ചേക്കില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ നെഞ്ചിങ്ങനെ തടവിയിട്ട് ഈ മനുഷ്യനോട് ചോദിക്കാൻ, സഹോദരാ, നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ആരുടെയെങ്കിലും ഉമ്മയായിരിക്കില്ലേ, ഭാര്യയായിരിക്കില്ലേ, മകളായിരിക്കില്ലേ, സഹോദരി ആയിരിക്കില്ലേ? ഇത്ര ചോദിച്ചുള്ളൂ. ആ സദസ്സ് വിട്ടിറങ്ങി പോകുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, ഈ സദസ്സിലേക്ക് വരുമ്പോ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് വ്യഭിചാരം, ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോ ഞാൻ ഏറ്റവും വെറുക്കുന്നത് വ്യഭിചാരം. ഇത് തസ്കിയത്തിന്റെ രീതിയാണ്. നമുക്കാവാൻ കഴിയുന്നത്. ഇങ്ങനത്തുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ആളുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വരുന്നുണ്ട്. ഇല്ല നമ്മൾക്ക് തോന്നുകയാണ്. നമുക്ക് ആളുകളുമായി സംസാരിക്കുന്നവരാണല്ലോ, ഇടപഴകുന്നവരല്ലേ ജനങ്ങളുമായിട്ട്. ജനങ്ങൾ അവരുടെ എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കെന്ത് സതുപദേശമാണ് അവരോട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? ആളുകളുടെ പ്രശ്നങ്ങളെ ഒരു വായിലൂടെ കേട്ടുവിടുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ അവരുടെ സംസാരത്തോട് ഒപ്പിച്ച് തിരിച്ചു സംസാരിക്കുന്നു എന്നല്ലാതെ ഈ മനുഷ്യർക്ക് എന്ത് മാർഗദർശനം നൽകാനാണ് അവർക്ക് കഴിയുക? അത് കഴിയണം. അത് കഴിയുന്നിടത്താണ് മാർഗദർശകൻ എന്നുള്ള റോള് നമുക്ക് ഏറ്റവും നന്നായി നിർവഹിക്കാൻ കഴിയുള്ളൂ. ഖലീഫ എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് ഏൽപ്പിച്ചു വിട്ട പ്രതിനിധി എന്നുള്ള ആ ഭാഗം ഏറ്റവും നന്നായി നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഈ ബോധം നമുക്കുണ്ടാവണം. അത് നമ്മൾ നിർവഹിക്കണം. അതായിരിക്കണം ലോകം ഓരോ മുസ്ലിമിൽ നിന്നും നേടിയെടുക്കേണ്ടത്. അങ്ങനെയായിരിക്കണം ലോകം മുസ്ലിമിനെ മനസ്സിലാക്കേണ്ടത്. മാലിക് ഇബ്നു ദീനാറിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന അടുത്തുണ്ടായിരുന്ന ആള് വീട് വിൽക്കാൻ പോയ കഥ. വീടിന് നല്ല വില കിട്ടുന്നതാണ്. അപ്പൊ ഇത്ര വില എന്താ വീടിന് വില കൂടുതൽ? അത് വീടിനല്ല വില, വീടിന്റെ അയൽക്കാരന്റെ വിലയാണെന്ന്. വീടിന്റെ അയൽക്കാരന്റെ വിലയാണ്. അപ്പൊ ഞാൻ വീടല്ല വെക്കുന്നത്, ഒരു അയൽക്കാരനെയാ വെക്കുന്നത്, ഒരു മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ക്വാളിറ്റിയുള്ള വിശ്വാസികളാക്കി നാഥൻ നമ്മെ മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ തഖ്വയോടും ഇഖ്ലാസോടും കൂടി തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ സമീപിക്കുക. നാഥൻ മുത്തഖികളിലും മുഖ്ലിസുകളും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രഥമമായ പരിഗണന മാർഗദർശനം എന്നുള്ളത് ആളുകൾ പലതും പലതരത്തിലാണ് ആധുനിക കാലത്ത് മനസ്സിലാക്കുന്നത്. കരിയർ ഗൈഡൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന സംഗതിയാണല്ലോ. അത് വേണ്ടെന്നല്ല, അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരാൾക്ക് ഭൗതികമായ അവന്റെ ജീവിതം ഏറ്റവും നന്നാക്കി കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ ആദ്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് മാർഗദർശകൻ എന്നുള്ള നിലക്ക് നമ്മുടെ മാതൃക എന്ന്. എങ്കിൽ ആ മാർഗദർശകൻ എങ്ങോട്ടാണ് ആളുകളെ വഴികാട്ടിയത്? അല്ലാഹ് പറയുന്നു, ഇഹപര വിജയത്തിലേക്ക് വേണ്ടുന്ന വഴിയാണ് അങ്ങ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ലതഹ്ദി, അങ്ങ് വഴി കാണിക്കുന്നത് ഇലാ സിറാത്തിൻ മുസ്തഖീം, ഋജുവായ നേരായ വളവ് തിരിവുകളില്ലാത്ത മാർഗത്തിലേക്കാണ് അങ്ങ് ആളുകളെ ക്ഷണിക്കുന്നത്. അപ്പോ ആ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആരൊക്കെ ഇത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിർവഹിക്കണം, നമ്മൾ മാർഗദർശകരാവണം. അള്ളാഹു വിശുദ്ധ ഖുർആനില് നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് മാർഗദർശകരായി എഴുന്നേറ്റ് നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ ആർക്കൊക്കെയാണ് നമ്മൾ മാർഗദർശനം നൽകേണ്ടത് എന്ന് കൃത്യമായി ഫാത്തിഹ മുതൽ താഴത്തേക്കുള്ള സൂറകളിൽ പറയുന്നുണ്ട്. കുറച്ച് പോയിന്റുകൾ ആ വിഷയത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത്. ആ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ പെട്ടതാണ് നമ്മുടെ മക്കൾ.
മക്കൾക്ക് മാർഗദർശകരാവുക. വേറെ ആർക്ക് മാർഗദർശകരായില്ലെങ്കിലും സ്വന്തം മക്കൾക്ക് മാർഗദർശകരായേ തീരൂ. അത് അള്ളാഹു ഓരോ മാതാപിതാക്കൾക്കും ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മക്കൾ ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരും മക്കളോട് വീട്ടിൽ ചോദിച്ചു, ആരാണ് മോനെ നിന്റെ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മോഡൽ എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ് എന്ന് മക്കള് പറയാത്ത കാലത്തോളം നമ്മൾ യഥാർത്ഥ മാർഗദർശകരായിട്ടില്ല. ഒരു മനുഷ്യന്റെ കഥയുണ്ടല്ലോ അല്ലേ? അയാൾ മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടൊന്നും ഇല്ലേ എന്ന് അന്വേഷിച്ച് നബിയുടെ മുമ്പിൽ വന്നു എന്നാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് മക്കൾക്ക് മാതാപിതാക്കളുടെ കടമയെ കുറിച്ചിട്ടാണ്. എല്ലാ പ്രസംഗം മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ചൊരു കടമ മക്കൾക്ക് മക്കളോട് എന്ത് കടമയാണുള്ളത്? അവർ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് കുറെ കടപ്പാടുകൾ. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നുണ്ടോ, റസൂലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കടപ്പാടില്ല, കാരണം ഇയാൾ എനിക്കിട്ട പേര് തന്നെ കരിവണ്ട് എന്നാണ്. വാപ്പ മോനിട്ട പേര് അറബി ഭാഷയിൽ. അത് ആലോചിച്ച് നോക്കിയാൽ ചില ആളുകളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. അറബി ഭാഷയിൽ നല്ല രസമുള്ള വാക്കായിരിക്കും കേൾക്കാൻ, പക്ഷെ ഒന്നാന്തരം വൃത്തികേടായിരിക്കും അർത്ഥം. ഇന്റർനെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുക, കാണുന്നെങ്കിൽ പേരാക്കുക, അർത്ഥം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് പിന്നെ ഗസറ്റിൽ മാറ്റാൻ നിൽക്കണം. അപ്പൊ കുറെ കടപ്പാടുകൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് മക്കളോടുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് വേറൊരു വിഷയം പറയേണ്ടതാണ്. അതിലേക്കൊരു സൂചന മാത്രം പറഞ്ഞു വെച്ചതാണ്. നമ്മൾ ഏറ്റവും നല്ല മെന്ററുകളാവുക നമ്മളുടെ മക്കളുടെ മുമ്പിൽ. ആ ഒരു ബോധത്തോടെ വേണം ഇന്നത്തെ വെള്ളിയാഴ്ച പള്ളി വിട്ട് പുറത്തേക്ക് പോകാൻ. അതിന് വേണ്ടുന്ന പഠനം നിങ്ങൾ തുടങ്ങണം. സ്വയം പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി കെട്ട് പോവാന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ അർത്ഥത്തിൽ നമ്മളുടെ മക്കൾക്കടക്കം നമ്മുടെ ലോകത്തിന് മുഴുവനും മാർഗദർശകരായി തീരാൻ പറ്റുന്ന ഉത്തമികളായ വിശ്വാസികളായി നാഥൻ നമ്മളെ ആക്കി തീർക്കുമാറാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഗുണഗണങ്ങളുള്ള വ്യക്തിത്വങ്ങളായിട്ട് വേണം ഓരോരുത്തരും മാറാൻ. അങ്ങനെ നമ്മൾ മാറുമ്പോഴാണ് ലോകം മാറുക. അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം നിറയുക. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണോ ലോകത്ത് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ വിജയിച്ചത്, അതേ മാർഗത്തിലൂടെ ചരിച്ചെങ്കിലല്ലാതെ നിങ്ങൾക്കും വിജയിക്കാനാവില്ല. സഹാബത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ സഹാബത്തിന്റെ വിജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ചു പോവുക, ആ കാരണങ്ങൾ കണ്ടെത്തുക, അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാന് പലവിധ ന്യൂനതകളുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ചില നിയ്യത്തുകളുണ്ട്, നന്മയുടെ ചില നിയ്യത്തുകൾ. നീ അത് കബൂലാക്കണമേ എന്നാഥാ. അല്ലാഹുവേ, ഞങ്ങളെ കണ്ടാലും വഴിതെറ്റുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ. എന്തെങ്കിലുമൊക്കെ നന്മകൾ ഞങ്ങളിൽ നിന്നും ആളുകൾ കണ്ടെത്തുകയും അതങ്ങനെ ഒരു ജാരിയായ സദക്ക പോലെ എന്നെന്നും ശേഷിക്കുന്ന ഒരു സൽക്കർമ്മമായി ഞങ്ങളുടെ ഖബറിടത്തിലേക്ക് എത്താനും നീ ഞങ്ങൾക്ക് തൗഫീഖാക്കണമേ എന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ സഹോദരങ്ങൾ, റബ്ബേ, നീ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു, സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഇനിയും അവിടെ ചോരപ്പുഴ ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ നാഥ. അതിന് ദുഷ്ടശക്തികളെ നീ അനുവദിക്കല്ലേ അല്ലാഹുവേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.